കവിത, നല്ല പേര്, എനിക്കിഷ്ടപ്പെട്ടു. ഇതിനു മുമ്പ് പഞ്ചാബി വന്നിട്ടുണ്ടോ? പഞ്ചാബി വരണ്ട, അത് പോട്ടെ. പാടാനറിയോ? ഡാൻസ് അറിയാം? കുറച്ചൊക്കെ അറിയാം. വിക്കുണ്ടല്ലേ? നല്ല വിക്കുണ്ട്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ വിക്ക് ഒരു പ്രശ്നമേ അല്ല, ഒരു ഫിലോസഫി. കാക്കയ്ക്ക് കറുപ്പഴകാണെന്ന് പറയുന്ന പോലാണ് കുട്ടിക്ക് വിക്ക്. ഓഫ് കോഴ്സ് പെർഫെക്റ്റ് ആയ ആരെയും ഞാൻ ഇഷ്ടപ്പെടാറില്ല. എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും എനിക്ക് കുട്ടിയെ ഇഷ്ടപ്പെട്ടു. ചേരേണ്ടവർ തമ്മിലല്ലേ ചേരൂ. ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. എല്ലാം ഈശ്വര നിശ്ചയം. അതാണ് പ്രഫുല്ലകുമാർ IAS പഞ്ചാബ് കളക്ടർ. ജനിച്ചതും വളർന്നതും കേരളത്തിലാണെങ്കിലും ഞാൻ IAS എടുത്തത് ഡെറാഡൂണിലാണ്. മാരേജ് കഴിഞ്ഞാൽ എവിടെ താമസിക്കാനാണ് ഇഷ്ടം? പഞ്ചാബ്, ഇറാഖ്, നിക്കാരഗ്വ, വിയറ്റ്നാം, ശ്രീലങ്ക, ഇവിടൊക്കെ പോരെ? ഞാനൊരു തമാശ പറഞ്ഞാണ്. എന്താ കളക്ടർക്ക് തമാശ പറഞ്ഞൂടെ? വിക്കി ആണെങ്കിലും നല്ല നർമ്മബോധമുണ്ട്. ബൈ ദി ബൈ, എന്നെ ഇഷ്ടപ്പെട്ടോ? മൗനം സമ്മത ലക്ഷണമെന്നാണല്ലോ. സൈലൻസ് ഈസ് പ്ലീസ്. എന്തത് കൊച്ചുകുട്ടികളെ പോലെ? ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാകണ്ടല്ല, പക്ഷേ അമ്മാവനൊരു അറ്റാക്ക് കഴിഞ്ഞാണെന്നുള്ള കാര്യം നീ ഓർക്കണം. ഈ കുടുംബത്തിനൊരു അന്തസ്സുണ്ട്, അത് നീ നശിപ്പിക്കരുത്. ഇവൾക്ക് ഇപ്പൊ ഒരു വിവാഹം വേണ്ടെന്നാ പറയുന്നത്. അത് ഇവളാണോ തീരുമാനിക്കുന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാനൊരു തീരുമാനം എടുത്താൽ അതിൽ നിന്ന് മാറുന്ന പ്രശ്നമില്ല. എന്നാലും ഇവളുടെ ഇഷ്ടം കൂടി നോക്കണ്ടേ മാവ? അച്ഛന് ഞാൻ അത്രയ്ക്ക് ശല്യായോ? മോളെ, അച്ഛൻ ഈ പാടുപെടുന്നതൊക്കെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. മോൾ അച്ഛൻ പറയുന്നത് കേൾക്ക്. അമ്മയില്ലാത്ത വിഷമം ഇവൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല, ഞാൻ അറിയിച്ചിട്ടുമില്ല. കുഞ്ഞുലക്ഷ്മി മരിച്ചപ്പോ വേറൊരു വിവാഹത്തിന് പലരും എന്നെ നിർബന്ധിച്ചിട്ടുള്ളതാണ്. എനിക്കിത് തന്നെ കിട്ടണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. എല്ലാരും എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കുന്ന എനിക്ക് അങ്ങോട്ട് പറഞ്ഞാൽ മതി. എന്നാ അങ്ങനെ എനിക്ക് ഇതുണ്ടെന്ന് ആദ്യം എനിക്ക് തുറന്നു പറഞ്ഞൂടെ? ഞാൻ ഈ പൈസ ഇല്ലാത്തവർക്ക് പലിശക്ക് മേടിച്ചിട്ടാണ് അന്നാ പച്ചക്കുപ്പായൊക്കെ വാങ്ങിയിട്ടേ. എനിക്ക് പൊന്നെടുത്ത ഭ്രാന്തുണ്ടായിട്ടല്ല. ഇന്ന് അന്ന് വേണ്ടി 2-3 എനിക്ക് നിലവിലുണ്ട്. പിന്നെ എനിക്ക് അങ്ങനെ വേണമെന്ന് കണ്ടപ്പോ ഇല്ല മാസ്റ്ററെ. ഒന്ന് നിർത്തടോ ഈ വള വള വള. ആ കുട്ടി പറഞ്ഞു കേട്ടില്ല താൻ? ഇത്രയും സീരിയസ് ആവുമെന്ന് കരുതിയില്ല. പോട്ടെ, കഴിഞ്ഞതൊക്കെ അങ്ങോട്ട് മറക്കുക. തെറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഏതായാലും കുട്ടി വിഷമിക്കണ്ട. പെണ്ണിന് ഇഷ്ടമില്ലാത്തൊരു കല്യാണം ഈ കാലത്ത് നടക്കില്ല. പൊക്കോളൂ. മനസമാധാനത്തോടുകൂടി കുട്ടി പോയിക്കോ. എന്താ മാർഗം ഞങ്ങൾ 3 പേരും കൂടി ഒന്ന് ആലോചിക്കട്ടെ. ചെല്ലേ. കല്യാണക്കാരും വരുമ്പോ എല്ലാ പെൺകുട്ടികളും ഇങ്ങനെയൊക്കെയാ. കരച്ചിലും പിഴിച്ചലും വിഷമോ ഒക്കെ ഉണ്ടാവും. എനിക്കിപ്പോ കല്യാണം വേണ്ട. എന്ത് വന്നാലും ഞാൻ സമ്മതിക്കില്ല. പിന്നെ എപ്പോഴാണാവോ? ദേ, ഇതൊരു നല്ല ആലോചനയല്ലേ മോളെ? അതങ്ങ് സമ്മതിച്ചേക്ക്. അച്ഛന്റെ എത്ര കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണിത്. എത്ര ശ്രമിച്ചിട്ടാ ഇങ്ങനെ ഒരാളെ കണ്ടുപിടിച്ചത്? എന്നോട് ചോദിച്ചിട്ടൊന്നും അല്ലല്ലോ ശ്രമിച്ചത്. വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. നിന്റെ മനസ്സിലിരിപ്പ് എനിക്കറിയില്ലേ? ആ തമ്പുരാനെയും കാത്തിരുന്നാലേ മൂത്ത് നരയ്ക്കും. നീ ഇനിയെങ്കിലും കുറച്ച് പ്രാക്ടിക്കൽ ആവാൻ നോക്ക്. ഇനിയിപ്പോ എന്താ ഒരു പോംവഴി? ഒഴിക്കാൻ ഇനി ഇങ്ങനെ ഒഴിക്കൊന്നും വേണ്ട. ഇതിങ്ങനെ കേട്ടിട്ട് എന്താ കാര്യം? എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, IAS തട്ടിക്കളാം. അയ്യോ, തട്ടുക അതൊന്നും വേണ്ട. വേണ്ട, എന്നാ ഭരതം പിള്ളയെ തട്ടിയാലോ? അത് വേണ്ട.
എന്നാ IAS സാറിന്റെ തന്റെ തട്ടാം. ഇപ്പൊ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ കൊടുക്കരുത് ആത്മാവശ്യം. അല്ല, ഈ തട്ടലും മുട്ടലും അല്ലാതെ ഈ കല്യാണം മുടക്കാൻ വേറൊരു വഴിയുമില്ലേ? എനിക്കൊരു ഉഗ്രൻ ഐഡിയ. നമുക്ക് കല്യാണ പന്തലിൽ ഒരു പടക്കം പൊട്ടിച്ചാലോ? പന്നി പടക്ക അല്ല, സാധാരണ ഓലപ്പടക്കം. അയാളുടെ മോന്തയ്ക്ക് ഒന്ന് കൊടുത്തിടൂ. ദേ പറ്റേ, ആളിവിടെ സീരിയസ് ആയിട്ട് ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാ തന്റെ ഒരു മണ്ടത്തരം പറയല്. എന്നാ പിന്നെ ഒറ്റ വഴിയുള്ളൂ. എന്താ ഒന്ന് പറയണോ? കുട്ടിയുടെ പേരെന്താ? കവിത. കവിതയെ തട്ടിക്കളഞ്ഞാലോ? ഇതെന്തിനാ അങ്ങോട്ട് കൊടുക്കും? അവർ ഈ തട്ടണ വർത്താൻ തന്നെയുള്ളൂ. ആളെന്താ ഫുട്ബോളാ? അതൊന്നല്ല, തട്ടിക്കൊണ്ടുപോയി കസ്റ്റഡിയിൽ വെക്കാം. ശരി, സമ്മതിച്ചു. പക്ഷെ ആര് തട്ടിക്കൊണ്ട് വരും? അതിന് പറ്റിയ പാർട്ടി എന്റെ കയ്യിലുണ്ട്. ബോംബെ അധോലോക നായകൻ ഗിൽബർട്ട് ഡിസൂസ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്കത് ചെയ്യേണ്ടി വന്നുപോയി.
See, he has VTAC. Yeah. He needs Silocaine drip and close monitoring. Does he need thrombolytic therapy? Yes, yes. എന്തായി വല്ല തുമ്പും കിട്ടിയോ? ഞങ്ങൾ ഇനി അരിച്ചു പറിക്കി നോക്കാത്ത ഒരു സ്ഥലവും ഇല്ല, ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഈ പരിസരം വിട്ട് അധിക ദൂരം പോകാൻ ന്യായമില്ല. ഈ ചുറ്റുപാടിൽ എവിടെയെങ്കിലുമൊക്കെ തന്നെ കാണാൻ സാധ്യത. എന്താ അവന്റെ ഉദ്ദേശം? ആഭരണങ്ങളാണോ അതോ ഇനി മറ്റുള്ളതായിരിക്കോ? ആഭരണങ്ങളായിരിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതെല്ലാം ഊരിയെടുത്ത് എവിടെയെങ്കിലും ഇറക്കി വിട്ടാൻ. ഇനി അമ്മാവനോടുള്ള വൈരാഗ്യത്തിന് ആരെങ്കിലും ചെയ്തതായിരിക്കും. കുട്ടിക്ക് ആരെങ്കിലുമായി വല്ല അടുപ്പമുള്ളതായിട്ട് അറിയോ? വല്ല പ്രേമോ? അങ്ങനെയൊന്നുമില്ല. വളരെ അച്ചടക്കത്തോടെ തന്നെ അമ്മാവൻ അവിടെ വളർത്തിയത്. ആ പാലക്കോളെ പഠിപ്പിക്കുന്ന മാഷന്മാരുണ്ടല്ലോ, നിങ്ങളുടെ അമ്മാവന്റെ കെട്ടിടത്തിൽ താമസിക്കുന്നവര്, അവരാൾക്കാരെങ്ങനെയാ? അവരാളുകൾ അത്ര ശരിയല്ലെന്നാ ഞാനും കേട്ടിട്ടുള്ളത്. അതെന്താ, കുഴപ്പക്കാരാണോ? ശ്രീകുമാർ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാകാറില്ലല്ലോ. പിന്നെ ആ വീട്ടിൽ എപ്പോഴും പാട്ടും വേളവും കേൾക്കാറുണ്ട്. പോരാത്തതിന് ഏതോ ഒരു ഗുസ്തിക്കാരൻ അവരോട് താമസിക്കുന്നുണ്ട്. അയാളാണ് ഈ സ്ഥിരം വെള്ളത്തില്. അവരവിടെ കവിതയ്ക്ക് ട്യൂഷൻ എടുത്തിരുന്നല്ലോ. ആ, 1-2 തവണ ഞാനും കണ്ടിട്ടുണ്ട്. ബൈക്ക് വടക്കോട്ട് പോയതായി കണ്ടവരുണ്ട്. മരണ സ്പീഡിലായിരുന്നു അത്ര. പോലീസ് എന്തായാലും വളരെ കാര്യമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. എല്ലാ വണ്ടികളും തടഞ്ഞു നിർത്തി ചെക്ക് ചെയ്യുന്നുണ്ട്. അമ്മാവൻ ഇങ്ങനെ ഒരു അവസ്ഥയിലായതുകൊണ്ട് എനിക്ക് ഇവിടെ വിട്ട് പോകാനും നിവൃത്തിയില്ല. ആ, എന്തായാലും ഞാനിത് കണ്ടുപിടിച്ചടങ്ങും. ഡോക്ടർ, മോൾക്ക് തീരെ വയ്യ. വേദന സഹിക്കാൻ വയ്യാതെ അവളുടെ നിലവിളിക്കാണ്. ഇന്നലെ എഴുതി തന്ന ആ ഗുളിയ അതൊന്നുകൂടി കൊടുത്തോളൂ, ഉറങ്ങിക്കോളും. അത് വാങ്ങിയിട്ടില്ല. പ്രിസ്ക്രൈബ് ചെയ്യാനല്ലാതെ മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങിക്കൊണ്ട് തരാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എന്താ, എന്റെ ട്രീറ്റ്മെന്റിൽ വിശ്വാസമില്ലേ? അയ്യോ സാർ, അതല്ല. പിന്നെ കാശില്ലാഞ്ഞിട്ടാ. പിന്നെ എങ്ങനെയാ നിങ്ങൾ ഇത്ര എക്സ്പെൻസീവ് ആയ ഒരു ഓപ്പറേഷൻ നടത്താൻ പോണത്? വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ഹാർട്ട് പേഷ്യന്റ് ആ കുട്ടി. കെയർലെസ് ആയിട്ട് എടുക്കാനാ ഭാവമെങ്കിൽ ഒരു കാര്യം തുറന്നു പറഞ്ഞേക്കാം, ഏത് നിമിഷവും ആ കുട്ടിക്ക് എന്ത് സംഭവിക്കാം. പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമുണ്ടാവില്ല.